ഫുഡ് ആൻഡ് ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓട്സ് ദോശ എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. ഹെൽത്തി ഫുഡ് ഓപ്ഷൻസും ഡയറ്റും റെസിപ്പീസും ഒക്കെ പറയുന്ന ഒരു ചാനലാണിത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. ഓട്സ് ദോശ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യമായി തന്നെ നമുക്ക് ഓട്സ് സോക്ക് ചെയ്യാൻ വെക്കണം. ഞാനിവിടെ റോൾഡ് ഓട്സാണ് എടുക്കുന്നത്. റോൾഡ് ഓട്സ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പം ഒന്നുകിൽ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അത് നന്നായിട്ട് പൗഡർ ചെയ്ത് വെച്ച് യൂസ് ചെയ്യണം. ഇവിടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റോളം നമ്മളിത് സോക്ക് ചെയ്യാൻ വെക്കണം. സോക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മളിതിൻ്റെ വെള്ളം നന്നായി ഈ ഓട്സ് കഴുകി ഈ വെള്ളം കളഞ്ഞതിന് ശേഷം നമ്മളിത് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു മിക്സിയിലേക്ക് നമ്മൾ കഴുകി വെച്ച ഓട്സ് ആഡ് ചെയ്യാം. ഓട്സിൻ്റെ കൂടെ നമുക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആഡ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയ കഷ്ണം ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഓട്സിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. ചെറിയൊരു കഷ്ണം ഉള്ളി, അതുകൂടാതെ ഒരു ചെറിയ കഷ്ണം പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ മല്ലിയില, പുതിനയില ഒക്കെ ആഡ് ചെയ്യാം. കുറച്ചുകൂടെ ഗ്രീൻ കളറാകും ദോശ എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെയൊക്കെ ടേസ്റ്റ് പലർക്കും പല ടേസ്റ്റുകളാണല്ലോ. ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതൊക്കെ ആഡ് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഓട്സ് ഹൈ ഫൈബർ കണ്ടൻ്റ് ഉള്ളൊരു സാധനമാണ്. അതേപോലെ നമ്മൾ ഓട്സ് ഡെയിലി നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അത് കൊളസ്ട്രോളിനും ഡയബറ്റീസിനൊക്കെ നല്ലതാണ്. ഈ അരച്ചെടുത്ത ഓട്സിൻ്റെ മാവ് ഒരു ഇഡ്ഡലി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ ചെയ്യുന്നതായിരിക്കും തുടക്കക്കാർക്ക് നല്ലത്. നിങ്ങൾ നല്ല എക്സ്പേർട്ട് ആണെങ്കിൽ നിങ്ങൾക്കിത് ലൂസാക്കിയിട്ട് നമ്മൾ റവ ദോശയൊക്കെ ചെയ്യുന്നത് പോലെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് സാധാരണ ഇഡ്ഡലി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ ചെയ്തെടുക്കുന്നതായിരിക്കും എളുപ്പം. അതിനുശേഷം ഒരു പാന് ചൂടാക്കാൻ വെച്ചതിന് ശേഷം നമ്മളിത് മാവ് ഒഴിച്ച് സാധാരണ ദോശ ചുടുന്ന പോലെ തന്നെ ചുട്ടെടുക്കാം. കുറച്ച് വേവ് അധികമായിരിക്കും, അതുകൊണ്ട് അടച്ചു വെച്ച് വേണമെങ്കിൽ വേവിക്കാം. നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ ഒരു നേരം ഈ ഓട്സ് ദോശ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് ഒരു ഭാഗം ആയതിനു ശേഷം മറിച്ചിട്ട് മറ്റേ ഭാഗവും കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. ഓട്സ് ആൻറ്റി ക്യാൻസറസ് എഫക്റ്റുള്ള ഒരു സാധനം കൂടിയാണ്. നിങ്ങളുടെ വീട്ടിൽ പ്രത്യേകിച്ച് മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, അതായത് എൽഡർലി ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു രാത്രി സമയങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ദോശയാണിത്, ഓട്സ് ദോശ. ടേസ്റ്റിനാണെങ്കിലും വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയുണ്ട്. നല്ല ക്രിസ്പായിട്ടൊക്കെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയും കൂടിയാണ്. കുട്ടികൾക്കും ഈവൻ ഇഷ്ടപ്പെടും ഇതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ. ടൊമാറ്റോ ചട്നിയോ അല്ലെങ്കിൽ കോക്കനട്ട് ചട്നിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഹെൽത്തി വീഡിയോസും റെസിപ്പിയായിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഹെൽത്തി ഫുഡ് ഓപ്ഷൻസൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവരെല്ലാം ഒന്ന് കയറി നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.